ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഐക്യ ആഴ്ചവട്ടത്തിൽ ഐക്യത്തെ തകർക്കുന്ന ആത്മാവ് നമ്മളിൽ വന്നാൽ അത് അപകടകരമാണ്. ആര് ഐക്യത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കും. അത് വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിലാണെങ്കിലും മറ്റ് സഭകളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഐക്യം തകർക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതം പ്രതികൂലങ്ങൾ നിറഞ്ഞതായിരിക്കും. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിനോട് പറയുന്ന വാക്യങ്ങളിൽ യെരുശലേമിന് നാദം കേൾപ്പിക്കുക, അപ്പോൾ ഇടയന്മാരുടെ മേച്ചിൽപ്പുറങ്ങൾ ദുഃഖിക്കും, കർമ്മേലിൻ്റെ കൊടുമുടി വാടിപ്പോവും. അവിടെ ആ തെക്കോബായിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസ്യാവിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാഷിൻ്റെ മകനായ യൊരാബിയാവിൻ്റെ കാലത്തും ഭൂകമ്പത്തിന് മുമ്പ് 2 സംവത്സരം മുമ്പ് ഇസ്രായേലിനെ കുറിച്ച് പ്രവചിച്ചു. ഭൂകമ്പങ്ങളുണ്ടാകുന്നത് ശാപമാണ്, അപകടങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാകുന്നത് ശാപമാണ്. അതുകൊണ്ട് ഇത് സംഭവിക്കുന്നത് നമ്മളുടെ ദൈവിക ഐക്യത്തിൻ്റെ കുറവുകൾ കൊണ്ടാണ്. ദൈവിക ഐക്യത്തിൻ്റെ കുറവുകളെന്ന് പറയുന്നത് നമ്മളുടെ പാപങ്ങൾ കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റേതായിട്ടുള്ള കുറവുകളും പാവങ്ങളും ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ മുൻപോട്ട് പോകുമ്പോൾ അപകടങ്ങളും അനർത്ഥങ്ങളിലുമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആ സമാധാനത്തോടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ, ആ ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ നമ്മളായിരിക്കുന്ന ഭവനത്തെ, നമ്മളായിരിക്കുന്ന സ്ഥലത്തെ, നമ്മളായിരിക്കുന്ന ഏതിനെയും ആ ദൈവീക ഐക്യത്തിൽ അനുഗ്രഹമാക്കി തീർക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവീക ഐക്യം അനുഗ്രഹമാണ്, അല്ലെങ്കിൽ അത് ആപത്താണ്, അപകടകരമാണ്. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ ഐക്യ ആഴ്ചവട്ടത്തിൽ ഐക്യത്തിന് തടസ്സം നിൽക്കുന്നവർ അതിൽ നിന്ന് പിന്മാറി ഐക്യത്തിൻ്റെ ആത്മാവ് അവരിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അപ്രകാരമുള്ളവരിൽ ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ, സഭകളിൽ, സംഘടനകളിൽ, മതവിഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ ഐക്യം തകർക്കുന്ന ഏതാത്മാവുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് അപകടം വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ആപത്തുകളും അനർത്ഥങ്ങളും വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ദൈവീയ ഐക്യം വരുമ്പോൾ ഞങ്ങളിൽ സമാധാനം ഉണ്ടാകുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാകിയാൽ, അല്ലെങ്കിൽ അത് നാശമാണെന്നും ദൈവീയ പ്രവാചകന്മാരിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആ പ്രവാചക ദൗത്യം ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, പ്രവാചക ദൗത്യം നിർവഹിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ്, ഹൈവേസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബഡിതനായിട്ടുള്ളവർ, വിശ്രമ ജീവിതം നയിക്കുന്നവർ, ലോകമെമ്പാടുള്ള അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, പ്രഥമ അധ്യാപകർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഐക്യത്തിൻ്റെ ആത്മാവിൽ കർത്താവ് ഞങ്ങളുടെയൊക്കെ മേഖലകളിൽ കർത്താവ് ശാപം അയക്കാതെ അനുഗ്രഹത്തെ അയക്കുവാൻ ഐക്യത്തിൻ്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിച്ചാട്ട്. ഈ വാദനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ ഐക്യത്തിൻ്റെ ശക്തി വ്യാപരിച്ചാട്ട്. യേശുവെ നന്ദി, യേശു സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ.